Hi all, welcome to SRK Triple class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടേംസും ഇലക്ട്രിക് സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സുള്ള കമ്പാരിസൺ എന്താണ്, അതേപോലെ കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണെന്നുള്ളതിൻ്റെ നമ്മളൊന്നും കൂടെ ഒന്ന് വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നോക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ എക്സാമിൽ മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, കുറേ ടേംസ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്ന ടേംസ് ചോദിക്കാറുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഫൈ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആയിരിക്കും നമ്മൾ ഇത് പറയുന്നത്. അടുത്തതായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുമാത്രം ഫ്ലക്സ് പാസ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ബി ആണ്. So B is equal to phi divided by A, flux per unit area. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ടെസ്ല എന്നും നമുക്ക് പറയാറുണ്ട്. അത് രണ്ടുമാണ് യൂണിറ്റ്, വെബർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ടെസ്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയലിൽ എന്തുമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് പെർമിയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പെർമിയബിലിറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് മ്യൂ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂ സീറോയുടെ വാല്യൂ അറിഞ്ഞിരിക്കുക 4π × 10⁻⁷ ആണ് മ്യൂ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്റർ ആയിരിക്കും. ഹെൻറി പെർ മീറ്റർ ആണ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അഥവാ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഉണ്ട്. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ഇതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അഥവാ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിയും ഹെച്ചും മ്യൂ അല്ല അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ബി ഇസ് ഈക്വൽ ടു മ്യൂ ഹെച്ച് എന്ന് പറയുന്നത്, അഥവാ ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു ഹെച്ച് എന്ന് പറയാം. അപ്പൊ മ്യൂ സീറോ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഇസ് ദ പെർമിയബിലിറ്റി എന്ന് പഠിച്ചു. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നുള്ളതാണ് ഓർക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് MMF എന്ന് പറയുന്നത് എന്താണ്. MMF എന്ന് പറയുന്നത് ദ മാഗ്നറ്റിക് പ്രഷർ സെറ്റപ്പ് ബൈ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്ന പ്രഷർ എന്താണോ അതിനാണ് MMF എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് പ്രഷർ വിച്ച് സെറ്റ്സ് അപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഇസ് കോൾഡ് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, MMF എന്ന് പറയും. MMF നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് MMF is equal to N × I എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് റിലക്റ്റൻസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. റിലക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ പോലെ, ഇലക്ട്രിക് സർക്യൂട്ട്സ് റെസിസ്റ്റൻസിനെ പോലെ യൂസ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഇസ് കോൾഡ് റിലക്റ്റൻസ്. ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് റിലക്റ്റൻസ് എന്ന് പറയും. റിലക്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് S is equal to L divided by മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം ഇലക്ട്രിക് സർക്യൂട്ടിൽ കുറേ ടേംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം അത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമ്മൾ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. സോ കറണ്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സിലെ ഫ്ലക്സ് ആണ്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ട്സ് നമ്മൾ EMF എന്ന് പറയുന്നത് നമുക്കിവിടെ റിപ്രസെന്റ് ചെയ്യാം MMF എന്നാണ്. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് പോലെ ഇവിടെ നമുക്ക് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കൊണ്ട് റെസിസ്റ്റൻസിന് പകരം റിലക്റ്റൻസ് എന്ന് എഴുതാം.
കറണ്ടിന് പകരം ഫ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് കോൾഡ് ഫ്ലക്സ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ പോലെ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് നമുക്ക് പറയാം. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ റിലക്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ നമുക്ക് എന്താ പറയാം, പെർമിയൻസ് എന്ന് പറയാം. ഇറ്റ്സ് കോൾഡ് പെർമിയൻസ്. അതേപോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്, നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ് എപ്സിലോൺ. അതേപോലെ ഇവിടെ എന്താ മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് എന്താ, പെർമിയബിലിറ്റി എന്ന് നമുക്ക് പറയാം. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്ര കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി. സോ ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് എന്തൊക്കെയാണ്. ഈ സ്ക്രീനിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഈ 9 ഇക്വേഷൻ എങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is equal to 5 divided by A. ഈ ഇക്വേഷൻ B is equal to 5 divided by A. മീയും ഹെച്ചും തമ്മിലുള്ള റിലേഷൻ B is equal to μ0 μr into H. പിന്നെ ഹെച്ച് എം എം എഫ് എന്നുള്ളത് നോക്കിയാൽ H is equal to MMF by L. MMF എന്ന് പറയുന്നത് എന്തോ, വി ക്യാൻ റൈറ്റ് ആസ് MMF is equal to N into I എന്ന് നമുക്ക് എഴുതാം. അതേപോലെ MMF എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പല സമയത്തും നമുക്ക് ഇത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ MMF is equal to ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, L by μ0 μr into A. MMF NA എന്ന് ഓൾറെഡി പറഞ്ഞു. സോ ഈ ടോപ്പിലുള്ളതും ബോട്ടത്തിലുള്ള ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതുപോലെ നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് E is equal to N into d∅ by dt എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് L is equal to N∅ by I. ഈ ഇക്വേഷൻ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രോബ്ലം ചെയ്യാനൊക്കെ ഇൻഡക്ടൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ തിങ്, നമ്പർ ഓഫ് ടേൺസും ഫ്ലക്സും കറണ്ടും ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ടൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്ന കേസിൽ മിക്കവാറും ഫ്ലക്സ് അൺനോൺ ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് നമുക്ക് എന്താ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF by റിലക്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് വെച്ച് നമുക്ക് L is equal to N∅ by I എന്നുള്ള ഇക്വേഷൻ എഴുതാം. അതുപോലെ ഇൻഡക്ടൻസിന് വേറൊരു ഇക്വേഷൻ L is equal to N² by S. ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഇക്വേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻസ് വെച്ച് മാഗ്നറ്റിക് സർക്യൂട്ട്സിലുള്ള എല്ലാ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണ്. പക്ഷേ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ എന്തോ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് വയലറ്റ് 3 കളേഴ്സിൽ കാണിച്ചിരിക്കുന്നത് 3 റീജിയൻ ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനാണ് നമ്മൾ എന്തോ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട്. സോ ഇങ്ങനെ പറയുന്നതാണ് എന്തോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാക്കി മാറ്റുകയാണ്, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടായിട്ട് മാറ്റുന്നതിനെയാണ് കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് അഥവാ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കേസിൽ ഇവിടെ എന്തോ L1A1 എന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. L1A1. അതേപോലെ ഈ റീജിയനിൽ ഞാൻ L2A2 എന്നും ഈ റീജിയനിൽ ഞാൻ L3A3 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. L1A1, L2A2, L3A3 എന്ന് പറഞ്ഞ് 3 റീജിയൻ. കാരണം ഓരോ റീജിയൻ്റെയും സ്പെസിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് LG എന്നും ഏരിയ ക്രോസ് സെക്ഷൻ AG എന്ന് എടുക്കുകയാണ്. അപ്പോൾ സപ്പോസ് ഇവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr1 ഇവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr2, ഇവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr3 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഏരിയയിലും റിലക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സെക്ഷൻ 1ലും സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് എയർ ഗ്യാപ്പ് റിലക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, S1 പ്ലസ് S2 പ്ലസ് S3 പ്ലസ് SAR എങ്ങനെ നമുക്ക് എഴുതാം. ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് റിലക്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ പ്ലസ് റിലക്റ്റൻസ് ഇൻ ദ സെക്ഷൻ 2 പ്ലസ് റിലക്റ്റൻസ് ഇൻ ദ തേർഡ് സെക്ഷൻ പ്ലസ് റിലക്റ്റൻസ് ഇൻ ദ എയർ ഗ്യാപ്പ് എന്ന് നമുക്ക് എഴുതാം. സോ S1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, വാട്ട് ഈസ് ദ റിലക്റ്റൻസ് ഇക്വേഷൻ, L1 ഡിവൈഡഡ് ബൈ μ0 μr1A1 നമുക്ക് എഴുതാം. അതേപോലെ രണ്ടാമത്തെ സെക്ഷനിൽ എന്നുള്ളത് എന്താണ്, അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്. സോ L2 ഡിവൈഡഡ് ബൈ μ0 μr2A2 നമുക്ക് എഴുതാം. മൂന്നാമത്തെ സെക്ഷനിലുള്ളത് L3 ഡിവൈഡഡ് ബൈ μ0 μr3A3 നമുക്ക് എഴുതാം. ലാസ്റ്റ് വൺ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് LG ഡിവൈഡഡ് ബൈ μ0 μrAG നമുക്ക് എഴുതാം. ഇനി എയർ ഗ്യാപ്പിൽ μrന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, എയർ ഗ്യാപ്പിൽ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും.
ബാക്കിയുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസിൽ തരുന്നതായിരിക്കും. അപ്പോൾ കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഈ കാര്യം ഓർത്തിരിക്കുക. ഡിഫറെന്റ് സെക്ഷൻസ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് തന്നെ ആയിരിക്കും, പക്ഷേ ഡിഫറെന്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും ലെങ്ത്തും ഏരിയയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പോൾ ഓരോ ഏരിയയിലുള്ള റിലക്റ്റൻസും അതനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിലക്റ്റൻസ് ഓരോ ഏരിയയിലും കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം നേരത്തെ നമ്മൾ കുറെ ഫോർമുലാസ് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി അത് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു 2 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ 2 പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് എന്ന് പറഞ്ഞു. 3 പാർട്സ് in series, each of uniform cross sectional area. They are a length of 80 mm and cross sectional area 50 mm square, a length of 60 mm and cross sectional area of 90 mm square, a length of 0.5 mm and cross sectional area of 150 mm square എന്ന് തന്നിട്ടുണ്ട്. A coil of 4000 turns is wound on part B and the flux density in the air gap is 0.3 Weber per meter square എന്ന് തന്നിട്ടുണ്ട്. Assuming that all the fluxes passes through the given circuit and the relative permeability is 1300. Estimate the coil current to produce such a flux density. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത് I എന്ന് പറയുന്നത് കാര്യമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, കറണ്ട് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ എന്തോ 3 സെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. 3 സെക്ഷൻ, അതായത് നമുക്ക് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഓക്കെ, 2 പാർട്സ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് എന്ന് പറയുന്നത് 80 മില്ലിമീറ്ററും 50 മില്ലിമീറ്റർ സ്ക്വയറും ആണ് ഈ സെക്ഷനിലെ ഏരിയയും ലെങ്ത് എന്ന് പറയുന്നത്. ഈ സെക്ഷനിലുള്ളത് എന്താണ് 60 മില്ലിമീറ്ററും 90 മില്ലിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അതാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ റീജിയനിൽ തന്നിരിക്കുന്നതാണ് 0.5 മില്ലിമീറ്ററും 150 മില്ലിമീറ്റർ സ്ക്വയറാണ് ഏരിയ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയും 1300 തന്നെയാണ്, ഇവിടെയും 1300 തന്നെയാണ്. എയർ ഗ്യാപ്പിലെ റിലേറ്റീവ് പെർമിയബിലിറ്റി നമുക്കറിയാം 1 ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ ഉള്ളതിൽ നമ്മൾ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ആ 9 ഇക്വേഷൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ആ 9 ഇക്വേഷനിൽ കറണ്ടിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്, MMF ഡിവൈഡഡ് ബൈ N എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ ഈസിലി വി ക്യാൻ ഫൈൻഡ് ദ കറണ്ട്. അപ്പൊ MMF എങ്ങനെ കണ്ടുപിടിക്കും, MMF കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതറിയണം. എന്താണ്, MMF is equal to എന്താണ് NI, അതേപോലെ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് അല്ലേ. MMF is equal to ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അപ്പം നമുക്ക് ഫ്ലക്സും കണ്ടുപിടിക്കണം, റിലക്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ, ഫൈ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഫൈ ഈസ് ഈക്വൽ ടു B ഇൻറ്റു A നമുക്ക് എഴുതാം. അപ്പോൾ എയർ ഗ്യാപ്പിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ ഫ്ലക്സ് പാസസ് ത്രൂ ദ ഗിവൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് തന്നെയാണ് ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ മൊത്തത്തിലും ഫ്ലക്സ്. അപ്പം മൊത്തം മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താ ഫ്ലക്സ് സെയിം ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താ എയർ ഗ്യാപ്പിന്റെ ഫ്ലക്സ് ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം, എയർ ഗ്യാപ്പ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു എയർ ഗ്യാപ്പ് ഏരിയ ക്രോസ് സെക്ഷൻ. ഇപ്പം BG എന്ന് പറയുന്നത് 0.3 ഇൻറ്റു വെബർ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് 150 മില്ലിമീറ്റർ സ്ക്വയർ. സോ 150 ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁻⁻6 ചെയ്യണം അല്ലേ. 10⁻⁻6 മില്ലിമീറ്റർ മീറ്ററിലോട്ട് ആക്കാൻ വേണ്ടി 10⁻⁻3 മില്ലിമീറ്റർ സ്ക്വയർ 10⁻⁻6 എന്ന് നമുക്ക് എഴുതാം. സോ 0.3 ഇൻറ്റു 150 ഇൻറ്റു 10⁻⁻6 എന്ന് പറയുന്നത് 0.45 ഇൻറ്റു 10⁻⁻4 വെബർ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ഫ്ലക്സ് വെബർ മീറ്റർ സ്ക്വയർ വെബർ എന്ന് കിട്ടും. 0.45 ഇൻറ്റു 10⁻⁻4 വെബർ നമുക്ക് കിട്ടി. അപ്പം അത് ക്ലിയർ ആയി. ഇനി നമുക്ക് ഫ്ലക്സ് കിട്ടി. ഫ്ലക്സ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത് എന്താണ് വേണ്ടത്, റിലക്റ്റൻസ് കണ്ടുപിടിക്കണം. ഇപ്പം റിലക്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ റിലക്റ്റൻസ് ഇസ് ഈക്വൽ ടു അല്ലേ. ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ സം ഓഫ് റിലക്റ്റൻസ് ഇൻ ദിസ് ഏരിയ പ്ലസ് ഇൻ ദിസ് ഏരിയ പ്ലസ് ഇൻ ദിസ് ഏരിയ 1, 2 ആൻഡ് എയർ ഗ്യാപ്പ്. അപ്പം നമുക്ക് എന്തോ MMF ആണ് അടുത്ത് വേണ്ടത് അല്ലേ. ഫ്ലക്സ് കിട്ടി. സോ ഡയറക്ട്ലി വി ക്യാൻ ഫൈൻഡ് ദ MMF. അപ്പം നമുക്കിങ്ങനെ എഴുതാം, MMF ഇസ് ഈക്വൽ ടു ടോട്ടൽ MMF ഇസ് ഈക്വൽ ടു MMF required for
part A plus MMF required for part B plus MMF required for air gap. MMF required for air gap. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ MMF? 5 into S അല്ലേ? അപ്പോൾ 5 into SA plus 5 into SB plus 5 into SAR എന്ന് നമുക്ക് എഴുതാം. സോ വാട്ട് ഈസ് ഫ്ലക്സ്? 5 into SA എന്ന് പറയുന്നത് എന്താ? L1 divided by mu0 mu R1 A1 plus 5 into L2 divided by mu0 mu R2 A2 plus 5 into LG divided by mu0 mu R into AG എന്ന് എഴുതാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 0.45 into 10 raised to minus 4 into L1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 80. ഫസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് പാർട്ട് എ 80 millimeter ആണ്. So 80 into 10 raised to minus 3 divided by 4 pi into 10 raised to minus 7. Mu r ന്റെ വാല്യൂ 1300. ഏരിയ 50 millimeter square. So 50 into 10 raised to minus 6. ഫസ്റ്റ് ടേം കഴിഞ്ഞു. Then second. Again 0.45 into 10 raised to minus 4. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 60 millimeter ആണ്. So 60 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കാം. 5 കോമൺ ആയിട്ട് എടുക്കാം. 5ഉം mu0ഉം എല്ലാത്തിലും ഉണ്ട്. സോ കോമൺ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ആ ഇക്വേഷൻ വഴി പോകുന്നതുകൊണ്ട് അതേപോലെ എഴുതുന്നേ ഉള്ളൂ. അഗെയിൻ mu0യുടെ വാല്യൂ 4 pi into 10 raised to minus 7 into 1300. അവിടുത്തെ ഏരിയ 90 millimeter square. സോ 90 into 10 raised to minus 6 പ്ലസ് അടുത്തത് 0.45 into 10 raised to minus 4. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 0.5, ലെങ്ത് എന്ന് 0.5 millimeter ആണ്. സോ 0.5 into 10 raised to minus 3 divided by 4 pi into 10 raised to minus 7. mu r എന്ന് പറയുന്നത് എയറിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. സോ into 1 into area cross section is 150 millimeter square. So 150 into 10 raised to minus 6. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ടോട്ടൽ MMF. സോ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ MMF is equal to വി ഗെറ്റ്, അത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ MMF എന്ന് പറയുന്നത് 181.77 ആംബിയർ ടേൺസ് എന്ന് നമുക്ക് കിട്ടും. സോ ഫൈനലി എന്താണ്? NI MMF എന്ന് പറഞ്ഞാൽ NI ആണ്. സോ NI is equal to 187.77. കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 187 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 4000. സോ 4000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 45.4 into 10 raised to minus 3. So that means minus 3 ampere. അതായത് it is equal to 45.4 milli ampere എന്ന് നമുക്ക് ആൻസർ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നല്ലോണം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒന്നും ഡിസ്കസ് ചെയ്ത ആ സെയിം കാര്യങ്ങൾ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എ സ്റ്റീൽ റിംഗ് 30 cm mean diameter and circular section 2 cm in diameter has an air gap of 1 millimeter long. It is wound uniformly with 600 turns of wire carrying a current of 2.5 ampere. Find the total MMF, total reluctance and flux. Net magnetic leakage, iron path takes 40% of the total MMF എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു കാര്യം നോക്കുക, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നോക്കുക. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ ആദ്യം അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. MMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? NI ആണ്. ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ എന്താണ്? സർക്കുലർ സെക്ഷൻ, സ്റ്റീൽ റിംഗ് ഉണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? S സ്റ്റീൽ അല്ലേ? സ്റ്റീലിൻ്റെ റിലക്റ്റൻസ് പ്ലസ് സ്റ്റീലിൻ്റെ എയറിൻ്റെ റിലക്റ്റൻസ് രണ്ടും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലക്റ്റൻസ് കിട്ടും. ഇനി ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് അപ്പോൾ ടോട്ടൽ MMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റിലക്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് MMF എന്താണ്? ടോട്ടൽ MMF എന്ന് പറയുന്നത് N into I. N എന്ന് പറയുന്നത് എന്താ? 600ഉം കറണ്ട് എന്ന് പറയുന്നത് 2.5 ആണ്. സോ 600 into 2.5 എന്ന് പറയുന്നത് 1500 ആംബിയർ ടേൺസ് എന്ന് കിട്ടും. 1500 ആംബിയർ ടേൺസ്. ഇനി രണ്ടാമത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയൺ പാത്ത് ടേക്സ് 40% ഓഫ് ദ ടോട്ടൽ MMF എന്ന് പറയുന്നത്. ദറ്റ് ഈസ് അയൺ പാത്ത് എത്രയാണ് എടുക്കുന്നത്? അപ്പോൾ MMF ഓഫ് അയൺ is equal to 40% of 1500 ആണ്. അപ്പോൾ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1500 എന്ന് ചെയ്യുമ്പം നമുക്ക് 600 ആംപിയർ ടേൺസ് എന്ന് കിട്ടും. അപ്പോൾ 40% അയൺ പാത്ത് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 60% എവിടെ ആയിരിക്കും? എയർ ഗ്യാപ്പിലായിരിക്കും അല്ലേ? സോ MMF എയർ എന്ന് പറയുന്നത്
60% ഓഫ് 1500. അതായത് 60/100 ഇൻറ്റു 1500. അപ്പോൾ എത്ര 980 ആംബിയർ ടേൺസ് കിട്ടും. ഇതിങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, മൊത്തം 1500 ആംബിയർ ടേൺസ് ഉണ്ടായിരുന്നു, അതിൽ 600 ആംബിയർ ടേൺസ് എന്തോ അയൺ പാത്ത്. അപ്പോൾ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തോ 1500 മൈനസ് 600 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 900 ആംബിയർ ടേൺസ് എന്ന് കിട്ടും. ഇനി നമുക്ക് റിലക്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റിലക്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യത്തുള്ളൂ. ഓർക്കുക, MMF എന്ന് പറയുന്നത് എന്താ, ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. ഇപ്പോൾ രണ്ട് കേസിലും ഫ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MMF ഓഫ് അയൺ ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ഓഫ് അയൺ ഇസ് ഈക്വൽ ടു MMF ഓഫ് എയർ ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ഓഫ് എയർ. രണ്ട് ഈക്വൽ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ നമുക്ക് എന്താ, എസ് അയൺ ഡിവൈഡഡ് ബൈ എസ് എയർ ഇസ് ഈക്വൽ ടു MMF ഓഫ് അയൺ അല്ലേ, MMF ഓഫ് അയൺ ഡിവൈഡഡ് ബൈ MMF ഓഫ് എയർ നമുക്ക് എഴുതാം. സോ MMF ഓഫ് അയൺ എന്ന് പറയുന്നത് എത്രയാണ്, 600 ഡിവൈഡഡ് ബൈ 900. അപ്പം 600/900 ചെയ്യുമ്പോൾ നമുക്ക് 0.67 കിട്ടും. 6/9 എന്ന് പറഞ്ഞാൽ 0.67. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എസ് അയൺ, അതായത് റിലക്റ്റൻസ് ഓഫ് അയൺ ഈസ് നത്തിങ് ബട്ട് 0.67 ടൈംസ് ഓഫ് എസ് ഓഫ് എയർ എന്ന് കിട്ടി, എസ് ഓഫ് എയർ. അപ്പോൾ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എയറിൻ്റെ റിലക്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എയറിൻ്റെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് എയർ ഇസ് ഈക്വൽ ടു എന്തുവാ, LG ഡിവൈഡഡ് ബൈ μ0 μr AG അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കത്തില്ല, എസ് അയൺ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ, റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടില്ല. എയർ ഗ്യാപ്പിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എസ് എയർ? എസ് എയർ എന്ന് പറയുമ്പോൾ എന്തോ 1 millimeter ആണ് എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത്. സോ 1 × 10⁻³ ഡിവൈഡഡ് ബൈ μ0 ഈസ് 4π × 10⁻⁷. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് 1. ദെൻ ഏരിയ ഓഫ് എയർ ഗ്യാപ്പ്, എയർ ഗ്യാപ്പിൻ്റെ ഏരിയ. സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഏരിയയുടെ ഇക്വേഷൻ എന്താ, πr² ആണ് അല്ലേ, πr² ആണ്. സോ ഞാൻ എന്ത് ചെയ്ത, പൈ ഇൻറ്റു ഇവിടെ ഡയമീറ്റർ ആണ് 2 cm, ഡയമീറ്റർ ആണ് 2 cm തന്നെ. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താ, 1 cm. അപ്പോൾ 1 × 10⁻² ദ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും, നമുക്ക് അയണിൻ്റെ റിലക്റ്റൻസ്, എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പം 2.5 × 10⁻⁶ ആംബിയർ ടേൺ പെർ വെബർ എന്ന് നമുക്ക് കിട്ടി. സോ എയർ ഗ്യാപ്പ് എയർ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഇതിൻ്റെ 0.67 ടൈംസ് ചെയ്ത് എന്തോ എസ് അയൺ കിട്ടും നമുക്ക്. സോ റിലക്റ്റൻസ് ഓഫ് അയൺ is equal to 0.67 times of reluctance of air. So 0.67 times of 2.5 × 10⁻⁶, that is equal to നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.675 × 10⁻⁶ ആംബിയർ ടേൺ പെർ വെബർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, രണ്ടും കിട്ടി. അപ്പോൾ സോ വാട്ട് ഈസ് ടോട്ടൽ റിലക്റ്റൻസ്? ഓക്കെ, ടോട്ടൽ റിലക്റ്റൻസ് അഥവാ എസ് ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, എസ് അയൺ പ്ലസ് എസ് എയർ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് എസ് അയൺ ഇസ് ഈക്വൽ ടു 1.675 × 10⁻⁶ പ്ലസ് 2.5 × 10⁻⁶ നമുക്ക് എഴുതാം. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടും 4.175 × 10⁻⁶ ആംബിയർ ടേൺ പെർ വെബർ എന്ന് നമുക്ക് എഴുതാം. 4.175 × 10⁻⁶ ആംബിയർ ടേൺ പെർ വെബർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി എന്താണ്, ടോട്ടൽ MMFും കിട്ടി, ടോട്ടൽ റിലക്റ്റൻസും കിട്ടി. ലാസ്റ്റ് വൺ ഈസ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, is equal to MMF by reluctance. MMF by reluctance ഈക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ടോട്ടൽ MMF by ടോട്ടൽ റിലക്റ്റൻസ്. ടോട്ടൽ MMF എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.175 × 10⁻⁶. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.36 × 10⁻³ വെബർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.36 മില്ലി വെബർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു എക്സാമിന് തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ പാത്ത് ടേക്സ് 40% ടോട്ടൽ MMF എന്ന് പകരം എയർ ഗ്യാപ്പ് ടേക്സ് 60% ഓഫ് ടോട്ടൽ MMF എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 60% ഓഫ് എയർ കണ്ടുപിടിക്കുക, അയണിൻ്റെ ഇത് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തെന്ന് അറിഞ്ഞിരിക്കുക, മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ കമ്പാരിസൺ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് എല്ലാം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രോബ്ലംസ് ആ ഫോർമുലാസ് നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ഈ രണ്ട് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ മോഡലിൽ നമുക്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം ആ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്